രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നാരായണീയമാണ്. നാരായണീയം 5-ാമത്തെ ദശകമാണ്. 6-ാമത്തെ ശ്ലോകമാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. ഇതിനു മുമ്പുള്ളത് പ്ലേലിസ്റ്റിലുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും. ചൊവ്വാഴ്ച കൃഷ്ണൻ്റെ കാമുകിയായ രാധാറാണിയുടെ ജീവിതകഥ ജനനം മുതൽ മരണം വരെ നിരവധി റിസർച്ചുകൾ നടത്തിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. എല്ലാ വ്യാഴാഴ്ച ദിവസവും അഷ്ടപതിയുടെ ക്ലാസ് ഉണ്ട്. എല്ലാ വെള്ളിയാഴ്ച ദിവസവും മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ധർമ്മപദത്തിൻ്റെ ക്ലാസ് ഉണ്ട്. അതുകൂടാതെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. പ്ലേലിസ്റ്റ് എടുത്താൽ മതി. അതുകൂടാതെ ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട്. 9645333999 എന്നതാണ്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമായിരിക്കും. അതേ കണക്ക് തന്നെ ഇതിനകത്ത് അഷ്ടാവക്ര ഗീതയുണ്ട്, ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളുണ്ട്, പിന്നെ നമ്മൾ അങ്ങനെ ഭക്ത മീരയെക്കുറിച്ചുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കേൾക്കുമല്ലോ. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീരാധാകൃഷ്ണായ നമഃ. ഓം നമോ നാരായണായ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണി കി ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തന്ന എൻ്റെ പൊന്ന് രാധാറാണിയമ്മ കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണിയമ്മ കി ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണിയമ്മ കി ജയ്. അപ്പം നമുക്ക് തുടങ്ങുകയാണ്. അതേ നാരായണീയം 6-ാമത്തെ ശ്ലോകം 5-ാമത്തെ ദശകം നിങ്ങൾക്ക് സുപരിചിതയായി കഴിഞ്ഞ, നിങ്ങളുടെ പ്രിയങ്കരിയായി കഴിഞ്ഞ, രാധാ കവചത്തിലൂടെ നിങ്ങളുടെ മനം കവർന്ന സാക്ഷാൽ കൃഷ്ണപ്രിയ പാടുന്നു. കേട്ടുകൊള്ളൂ. सोऽहं च त्रिगुणक्रमान् त्रिविधतामासाद्य वैकारिको
भूयस्तैजसदामसा विधिभवन्नाद्येन सत्त्वात्मना देवानिन्द्रियमानिनो अकृतदिशावादार्क पाश्याश्विनो वह्नीन्द्राच्युतमित्रगान् विधुविधिः श्रीरुद्रशारीरगान्. അപ്പോൾ നമ്മുടെ കൃഷ്ണപ്രിയ ഇത് പാടിത്തന്നത് നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ. നോക്കിക്കൊള്ളൂ. സോ അഹം ച ത്രിഗുണക്രമാത് ത്രിവിധധാമാസാദ്യ വൈകാരികോ ഭൂയസ്തൈജസ താമസാവിധി ഭവന്യാദ്യേന സത്വാത്മന ദേവാനിന്ദ്രിയമാനിനോ അകൃത ദിശാവതാർക്ക പാശ്യശിനോ വഗ്നീന്ദ്രാച്യുതമിത്രകാൻ വിദുവിധി ശ്രീരുദ്രശാരീരകാൻ. അർത്ഥം എഴുതിക്കോ. സോ അഹം ച, സോ അഹം ച. അതിനെ പിരിച്ചെഴുതിക്കോ. സ അധികം അഹം അധികം ച. അർത്ഥം ആ അഹം തത്വമാകട്ടെ, ആ അഹം തത്വമാകട്ടെ. ത്രിഗുണക്രമാത്. അർത്ഥം എഴുതിക്കോ. 3 ഗണങ്ങളുടെ മുറയ്ക്ക്. ത്രിഗുണക്രമാത് 3 ഗുണങ്ങളുടെ മുറയ്ക്ക്. ത്രിവിധതാമാസ്വാദ്യ 3ആയി പിരിഞ്ഞിട്ട് എഴുതിക്കോ. ത്രിവിധത ആസ്വാദ്യ 3ആയി പിരിഞ്ഞിട്ട്. വൈകാരിക അത് വൈകാരികൻ ഒരു ഗുണത്തിന്റെ പേരാണ്, അതല്ലാതെ ഒന്നുമില്ല. ഭൂയ ഭൂയ വീണ്ടും, ഭൂയ വീണ്ടും. തൈജസ താമസാവധി കണ്ടില്ലേ. തൈജസ താമസാവിധി അത് പിരിച്ചെഴുതിക്കോ. തൈജസ അധികം താമസൗ അധികം ഇതി. അർത്ഥം എഴുതി. അതായത് തൈജസ അധികം താമസൗ അധികം ഇതി. തൈജസൻ താമസൻ എന്നിങ്ങനെ ഗുണങ്ങളുടെ പേരുകളാണത്. തൈജസൻ താമസൻ എന്നിങ്ങനെ അങ്ങനെ അർത്ഥം എഴുതണം. ഭവന്യാദ്യേന പിരിച്ചെഴുതുമ്പോൾ ഭവൻ ആദ്യേന ആദ്യമായി ഉണ്ടായ, ആദ്യമായി ഉണ്ടായ. സത്വാത്മന അർത്ഥം സത്വരൂപമായ, സത്വരൂപമായ. ദേവാനിന്ദ്രിയമാനിനോ അത്രയും എഴുതണം. ദേവാനിന്ദ്രിയമാനിനോ അത്രയും എഴുതിയിട്ട് അർത്ഥം ഇന്ദ്രിയ അഭിമാനികളായ ദേവന്മാരെ, ഇന്ദ്രിയ അഭിമാനികളായ ദേവന്മാരെ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളിൽ അഭിമാനിക്കുന്ന ദേവന്മാർ. കണ്ടിട്ടില്ലേ ദേവന്മാർ? ഉർവശി, മേനക, രംഭ, തുലോത്തമ ഇവരുമൊക്കെ ആയിട്ട് എല്ലാ സുഖങ്ങളും പങ്കിട്ട് അങ്ങനെ കാമസുഖം, ഭക്ഷണസുഖം ഇതെല്ലാം അനുഭവിക്കുന്നതാണ് ഇന്ദ്രിയ സുഖം. അകൃത അകൃത സൃഷ്ടിച്ചു. ദിശാവതാർക്ക പാശ്യശിനോ. ദിശ എന്ന് പറഞ്ഞാൽ ദിക്ക്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ എഴുത്. ദിശാവതാർക്ക പാശ്യശിനോ. അർത്ഥം എഴുത്. ദിക്ക്, വായു, സൂര്യൻ, വരുണൻ, അശ്വനി ദേവതകൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ദിശ എന്ന് പറഞ്ഞ ദിക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. വാദ എന്ന് പറഞ്ഞാൽ വായു, അർക്ക എന്ന് പറഞ്ഞാൽ സൂര്യൻ, പാശ്യ എന്ന് പറഞ്ഞാൽ വരുണദേവൻ കടലിലെ, അശ്വിനോ അശ്വിനോ എന്ന് പറഞ്ഞാൽ അശ്വിനി ദേവതകള്. അടുത്തത് വഗ്നീന്ദ്ര അച്യുത മിത്രകാൻ. അർത്ഥം എഴുതിക്കൂ. ഇങ്ങനെ എഴുതണം. വഗ്നീന്ദ്ര അച്യുത മിത്രകാൻ. അർത്ഥം വഗ്നി, വഗ്നി എന്ന് പറഞ്ഞാൽ അഗ്നി, അഗ്നിദേവൻ. വഗ്നി, ഇന്ദ്രൻ, അച്യുതൻ, മിത്രൻ, മിത്രകൻ, മിത്രകൻ പ്രജാപതി. അപ്പൊ നമ്മൾ എഴുതേണ്ടത് വഗ്നി, ഇന്ദ്രൻ, അച്യുതൻ, പ്രജാപതി എന്നിവരെയും, അത്രയുമാണ് അർത്ഥം എഴുതേണ്ടത്. എന്നിവരെയും എഴുതേണ്ടത് വഗ്നീന്ദ്രാച്യുത മിത്രകാൻ. അർത്ഥം അഗ്നി, ഇന്ദ്രൻ, അച്യുതൻ, പ്രജാപതി എന്നിവരെയും. അടുത്തത് എഴുത്. വിധുവിധി ശ്രീരുദ്രശാരീരകാൻ. വിധുവിധി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. അതിൻ്റെ അർത്ഥം വിധുവിധി
ശ്രീരുദ്ര ശാരീരകാൻ അത്രയും എഴുതി സമ ഇട്ടിട്ട് ചന്ദ്രൻ, ബ്രഹ്മാവ്, ശ്രീരുദ്രൻ, പിന്നെ ക്ഷേത്രജ്ഞൻ, അതാണ് ശാരീരകാൻ. ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രവൃത്തിക്ക് സാക്ഷിയായിട്ടൊരാൾ ഇരിപ്പുണ്ട്. അതിനെ ആത്മാവെന്നോ എന്തോ വിളിച്ചോ. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ അതിന് വിളിക്കുന്ന പേരാണ് ക്ഷേത്രജ്ഞൻ. ഈ ശരീരം ഒരു ക്ഷേത്രമാണെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ അധിപനാണ് ക്ഷേത്രജ്ഞൻ. ഗുരുവായൂർ അമ്പലം ഒരു ക്ഷേത്രമാണെങ്കിൽ അതിൻ്റെ അധിപനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഇതാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത്. എന്നിവരെയും സൃഷ്ടിച്ചു. അപ്പം നിങ്ങൾ വിധു, വിധി, ശ്രീരുദ്ര ശാരീരകാൻ, അർദ്ധം ചന്ദ്രൻ, ബ്രഹ്മാവ്, ശ്രീരുദ്രൻ, ശാരീരകൻ, അതായത് ക്ഷേത്രജ്ഞൻ എന്നിവരെയും സൃഷ്ടിച്ചു. ഇവിടെ പ്രപഞ്ച സൃഷ്ടി എങ്ങനെ നടന്നു എന്ന് വെളിപ്പെടുത്തുകയാണ്. അതായത് പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യമാണ് പറയുന്നത്. ഈ പ്രപഞ്ചം എങ്ങനുണ്ടായി, നമുക്ക് പിന്നെ നക്ഷത്രങ്ങൾ എങ്ങനുണ്ടായി, ശിവനൊക്കെ എങ്ങനുണ്ടായി, ആഹാരത്തിന് രുചി അനുഭവിക്കാൻ പറ്റുന്നത് എങ്ങനെ, നമുക്ക് ചെവി എങ്ങനെ കിട്ടി, കണ്ണെങ്ങനെ കിട്ടി, ഇതിനെക്കുറിച്ചാണ് ഇതിനകത്ത് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഇതിൻ്റെ മൊത്തം ഞാനൊന്ന് പറഞ്ഞു തരാം. ആ അഹം തത്വം ഏതാണ്? അഹം തത്വം എന്ന് നിങ്ങൾക്കിപ്പോൾ അറിയാം. ഭഗവാൻ പ്രളയകാലത്തെ ഗാഠനിദ്രയിൽ നിന്നും എഴുന്നേറ്റ് സൃഷ്ടി നടത്തണം, ഒരു ലീല നടത്തണമെന്ന് ആഗ്രഹം തോന്നി, ഒരു വിനോദം. അപ്പോൾ ഭഗവാൻ മായയെ നോക്കി. അപ്പോൾ മായ ഉണർന്നു. അതുവരെ മായയിൽ സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ഒരുപോലെ കിടന്നത്. ഭഗവാൻ നോക്കിയതോടുകൂടി ഈ ഗുണങ്ങളിൽ വ്യത്യാസം വരികയും അപ്പോൾ ആ വ്യത്യാസം വന്ന നിമിഷം ഭഗവാൻ മായയിൽ പ്രതിബിംബമായി വരികയും അങ്ങനെ ഭഗവാന്റെ സഹായത്തോടെ മായ സൃഷ്ടി നടത്താൻ തുടങ്ങുകയും ചെയ്തു. ഇതിനെയാണ് അഹം തത്വം എന്ന പേര് വിളിക്കുന്നത്. ആ അഹം തത്വം വർദ്ധിച്ച് ത്രിഗുണങ്ങളുടെ മുറയ്ക്ക്, അതാ ത്രിഗുണങ്ങൾ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, അതിൻ്റെ മുറയ്ക്ക്, അതായത് സത്വഗുണത്തിൽ നിന്ന് വൈകാരികനും രജോ ഗുണത്തിൽ നിന്ന് തൈജസ്സനും താമസ ഗുണത്തിൽ നിന്ന് താമസൻ എന്നിങ്ങനെ 3 ഗുണങ്ങൾ ഉണ്ടായി. അപ്പം സത്വഗുണം വീണ്ടും പിരിയുന്നു. സത്വഗുണം പിരിഞ്ഞപ്പോൾ വൈകാരികൻ എന്ന ഗുണമുണ്ടായി. രജോ ഗുണം പിരിഞ്ഞപ്പോൾ പിന്നെ ഏതാണ്, തൈജസൻ എന്ന ഗുണമുണ്ടായി. തമോ ഗുണം പിരിഞ്ഞപ്പോൾ താമസൻ എന്ന ഗുണമുണ്ടായി. ഇതിൽ നമ്മുടെ മായ സത്വഗുണം കൊണ്ട് ഭഗവാന്റെ സഹായത്തോടെ ദിക്കുകളെ സൃഷ്ടിച്ചു. വായുവിനെ, നമ്മൾ ശ്വസിക്കുന്ന വായുവിനെ സൃഷ്ടിച്ചു. അത് ഏതുകൊണ്ടാണ്? സത്വഗുണപ്രധാനമായ വൈകാരികനെ കൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സഹായത്തോടു കൂടി മായ ദിക്കുകളെ സൃഷ്ടിച്ചു, വായുവിനെ സൃഷ്ടിച്ചു, നമുക്ക് പ്രകാശം നൽകാൻ സൂര്യനെ സൃഷ്ടിച്ചു, ജലം നൽകാൻ സമുദ്രത്തിൻ്റെ അധിപനായ വരുണനെ സൃഷ്ടിച്ചു, പിന്നെ അശ്വനി ദേവന്മാരെ സൃഷ്ടിച്ചു. ഇത്രയും പേര് എന്ത് ചെയ്തു? സത്വഗുണം കൊണ്ട് സൃഷ്ടി നടത്തി. പിന്നെ അഗ്നി, ഇന്ദ്രൻ, അച്യുതൻ, മിത്രൻ, പ്രജാപതി എന്നിവരെയും സൃഷ്ടിച്ചു. അതിനുശേഷമാണ് ഇത്രയും പേരെ സൃഷ്ടിച്ചിട്ട് അഗ്നിയെ സൃഷ്ടിച്ചു, ദേവേന്ദ്രനെ സൃഷ്ടിച്ചു, അച്യുതനെ സൃഷ്ടിച്ചു, മിത്രനെ സൃഷ്ടിച്ചു, പ്രജാപതിയെ സൃഷ്ടിച്ചു, പിന്നെ ചന്ദ്രൻ, ബ്രഹ്മാവ്, ശ്രീരുദ്രൻ, പിന്നെ ക്ഷേത്രജ്ഞൻ. ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശരീരം ക്ഷേത്രം, അതിനെ നിയന്ത്രിച്ചുകൊണ്ട് സാക്ഷിയായിട്ടിരിക്കുന്നവൻ ക്ഷേത്രജ്ഞൻ. ഞാൻ പറഞ്ഞു ഗുരുവായൂർ അമ്പലത്തിൻ്റെ ശ്രീകോവിൽ ക്ഷേത്രം, ആ ക്ഷേത്രത്തെ നിയന്ത്രിച്ചുകൊണ്ട് അകത്തിരിക്കുന്ന കൃഷ്ണൻ ക്ഷേത്രജ്ഞൻ. അതുപോലെയാണ് ഇത്രയും പേരെ സൃഷ്ടിച്ചു. ചന്ദ്രനെ, ബ്രഹ്മാവിനെ, ശ്രീരുദ്രനെ, ക്ഷേത്രജ്ഞനെ, ഇവരെയൊക്കെ സൃഷ്ടിച്ചു. അപ്പം അങ്ങനെ ഇന്ദ്രിയങ്ങളിൽ അഭിമാനിക്കുന്ന ദേവന്മാരെ സൃഷ്ടിച്ചു. ഈ പറഞ്ഞവരൊക്കെ ഇന്ദ്രിയ സുഖം ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഇച്ചിരി കട്ടിയാണിത്, ശ്രദ്ധിച്ചു കേട്ടോളണം. അഹം തത്വം വർദ്ധിച്ചിട്ട് ത്രിഗുണങ്ങൾ വീണ്ടും പിരിഞ്ഞ് ത്രിഗുണങ്ങളായി മാറി. 3 ഗുണങ്ങളിൽ നിന്ന് വീണ്ടും 3 ഗുണങ്ങൾ ഉണ്ടായി. അതിൽ സത്വഗുണം പിരിഞ്ഞപ്പോൾ ആരുണ്ടായി? വൈകാരികൻ എന്ന ഗുണമുണ്ടായി. രജോ ഗുണം പിരിഞ്ഞപ്പോൾ തൈജസൻ എന്ന ഗുണമുണ്ടായി. തമോ ഗുണം പിരിഞ്ഞപ്പോൾ താമസൻ എന്ന ഗുണമുണ്ടായി.
അതിൽ സത്വഗുണ പ്രധാനിയാണ് വൈകാരികൻ. അപ്പം മായ സത്വഗുണം പിരിഞ്ഞുണ്ടായ വൈകാരികനെ കൊണ്ടാണ് ദിക്കുകളെ, വായു, പിന്നെ സൂര്യനെ, വരുണനെ, അതായത് സമുദ്രദേവൻ, അശ്വിനി ദേവന്മാരെ എല്ലാം സൃഷ്ടിച്ചു. അതിനുശേഷം എന്തു ചെയ്തു എന്നറിയാമോ? അഗ്നിയെ സൃഷ്ടിച്ചു, ഇന്ദ്രനെ, അച്യുതനെ, മിത്രനെ, പ്രജാപതിയെ. എന്നിട്ടാണ് ചന്ദ്രനെ, ബ്രഹ്മാവിനെ, ശ്രീരുദ്രനെ, പിന്നെ നമ്മുടെ പ്രവൃത്തികൾക്ക് സാക്ഷിയായ ക്ഷേത്രജ്ഞനെയും സൃഷ്ടിച്ചു. ഇതൊക്കെ ദേവന്മാരാണ്. ഈ ദേവന്മാരെല്ലാം ഇന്ദ്രിയങ്ങളിൽ അഭിമാനികളാണ്. അതേ കണക്ക് ഈ സൃഷ്ടിച്ച മനുഷ്യനും ഇന്ദ്രിയങ്ങളിൽ അഭിമാനം ഉള്ളവനാണ്. എന്ന് പറഞ്ഞാൽ കാമസുഖവും ഭക്ഷണസുഖവും സകല ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള സുഖങ്ങളും ആഗ്രഹിക്കുന്നവരാണ് എന്നാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം. ഇനി നമുക്ക് ഒന്നാമത്തെ വരി നോക്കാം. സോ അഹം ച ത്രിഗുണക്രമാത് ത്രിവിധതാമാസാദ്യ വൈകാരികോ. സോ അഹം, ആ അഹം തത്വമാകട്ടെ, ത്രിഗുണക്രമാത്, 3 ഗുണങ്ങളുടെ ക്രമത്തിൽ, 1 2 3, അതാണ് ക്രമം എന്ന് പറയുന്നത്. ത്രിവിധതാമാസാദ്യ, 3ആയി പിരിഞ്ഞിട്ട്, വൈകാരിക, അതിൽ ഒരു ഗുണം വൈകാരികമായി മാറുന്നു. എന്താണ് ഒന്നാമത്തെ വരിയുടെ അർത്ഥം? ഒന്നാമത്തെ വരിയുടെ അർത്ഥം ഇതാണ്: അഹം തത്വം കൂടിക്കൂടി വരും. അങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ച് ത്രിഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ 3ആയി പിരിയും. അപ്പം അഹം തത്വം നമുക്കറിയാം, മായ ത്രിഗുണങ്ങളിൽ ഏറ്റക്കുറച്ചിലുണ്ടാക്കുന്നതാണ്, ഇല്ലേ? ത്രിഗുണങ്ങളിൽ സത്വഗുണം 50 ആണെങ്കിൽ രജോ ഗുണം 10 കാണത്തുള്ളൂ. തമോ ഗുണം എന്ന് പറയുന്നത് 5 ആയിരിക്കും. അപ്പം അതിൽ വീണ്ടും വർദ്ധിക്കും. സത്വഗുണം 50% എന്നുള്ളത് 70%, 80%. സത്വഗുണം 5 എന്നുള്ളത് 10%, 12%. അങ്ങനെ അഹം തത്വം കൂടിക്കൂടി ത്രിഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ത്രിഗുണങ്ങൾ 3ആയി പിരിയും. അതിൽ ഒന്നാണ് വൈകാരികൻ. വൈകാരികൻ രജോ ഗുണത്തിൽ നിന്ന് വരുന്നതല്ല, തമോ ഗുണത്തിൽ നിന്നും വരുന്നതല്ല. വൈകാരികൻ സത്വഗുണത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതായത് ശുദ്ധമായ സത്വഗുണമാണ് വൈകാരികൻ. അപ്പോൾ ഈ ഗുണങ്ങളിൽ നിന്ന് എങ്ങനെ വൈകാരികൻ ഉണ്ടാകുന്നു എന്നൊരു സംശയം നിങ്ങൾക്ക് തോന്നാം. സത്വഗുണത്തിൽ നിന്ന് എങ്ങനെയാണ് വൈകാരികൻ ഉണ്ടാകുന്നത്? ഞാൻ പറയാം. നമ്മൾ പാല് കടയത്തില്ലേ? പാല് കടയുമ്പം അതിനകത്ത് നാര് കിട്ടും, വെണ്ണ കിട്ടും. നമ്മൾ പാലെടുത്തു വെച്ച് ഇങ്ങനെ നോക്കിയാൽ അതിനകത്ത് വെണ്ണ കാണുന്നില്ല നമ്മൾ. അതേസമയം ആ പാലിനെ കുറെ കടഞ്ഞു കഴിയുമ്പോൾ അതിനകത്ത് നാരിറങ്ങി വരും, വെണ്ണ കിട്ടും. അതായത് പാല് പല വസ്തുവായി പിരിയാൻ തുടങ്ങുന്നു കടയമ്പം. പാല് കടയമ്പം പാൽക്കട്ടി, വെണ്ണ, നെയ്യ്, തൈര്, ഇതൊക്കെ കിട്ടും. ഇതെല്ലാം പാലെടുത്ത് വെച്ച് നോക്കിയാൽ അതിനകത്തുണ്ടെന്ന് നമുക്കറിയാൻ പറ്റില്ല. അപ്പം നമ്മൾ പാലൊക്കെ കടഞ്ഞ് വെണ്ണ എടുക്കുന്നത് പോലെ മായ സത്വഗുണത്തെ കടയുന്നു. അങ്ങനെ സത്വഗുണത്തെ കടയുമ്പോൾ ആര് കിട്ടി? വൈകാരികൻ കിട്ടി. രജോ ഗുണത്തെ കടഞ്ഞെടുക്കുമ്പോൾ തൈജസൻ കിട്ടുന്നു എന്നാണ് പറയുന്നത്. തമോ ഗുണത്തെ കടഞ്ഞെടുക്കുമ്പോൾ താമസൻ കിട്ടുന്നു. അപ്പോൾ ഈ ഒന്നാമത്തെ വരിയിൽ സത്വഗുണത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. അങ്ങനെ മായ നമ്മൾ പാല് കടഞ്ഞ് വെണ്ണ എടുക്കുന്നത് പോലെ മായ സത്വഗുണത്തെ കടഞ്ഞ് അതിനകത്തുനിന്നും മറ്റൊരു ഗുണം എടുക്കുന്നു. ആ ഗുണത്തിൻ്റെ പേരാണ് വൈകാരികൻ. ഇനി അടുത്ത രജോ ഗുണവും തമോ ഗുണവും കടയുമ്പോൾ എന്ത് കിട്ടുന്നു? അതാണ് രണ്ടാമത്തെ വരിയിൽ പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ വരി ഒന്ന് നോക്കാം. ഭൂയസ്തൈജസ താമസാവിധി ഭവന്യാദ്യേന സത്വാത്മന. ഭൂയ വീണ്ടും, തൈജസ താമസാവിധി, തൈജസൻ താമസൻ എന്നിങ്ങനെ, ഭവന്യാദ്യേന അർത്ഥം ആദ്യമായി ഉണ്ടായി, സത്വാത്മന സത്വരൂപമായ. അപ്പൊ എന്താണ് ഇവിടെ ഈ രണ്ടാമത്തെ വരിയുടെ അർത്ഥം എന്താണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അഹം തത്വത്തിൽ ഗുണങ്ങൾ വർദ്ധിച്ചു 3 പേരുണ്ടാകുന്നു. അതായത് അഹം തത്വത്തിലെ സത്വഗുണം, ആ സത്വഗുണത്തിൻ്റെ അളവ് കൂട്ടി അതിനെ കടഞ്ഞിട്ട് ഒരു ഗുണമെടുത്തു. അതിൻ്റെ പേര് വൈകാരികൻ.
രജോ ഗുണത്തിൻ്റെ അളവ് കൂട്ടി അതിനെ കടഞ്ഞൊരാളെ എടുത്തു, അതിൻ്റെ പേര് തൈജസൻ. തമോ ഗുണത്തിൻ്റെ അളവ് കൂട്ടി മായ അതിനെ കടഞ്ഞൊരെണ്ണം എടുത്തു, താമസൻ. അങ്ങനെ സത്വഗുണത്തിൽ നിന്ന് വൈകാരികൻ, രജോ ഗുണത്തിൽ നിന്ന് തൈജസൻ. തൈജസൻ ഒരു ഗുണത്തിൻ്റെ പേരാണ്, അത്രയേ ഉള്ളൂ. തമോ ഗുണത്തിൽ നിന്ന് താമസം. അങ്ങനെ ത്രിഗുണങ്ങൾ വീണ്ടും മൂന്നായിട്ട് പിരിഞ്ഞു. ഇതിൽ വൈകാരികൻ ശുദ്ധ സത്വഗുണം, തൈജസൻ ശുദ്ധമായ രജോ ഗുണം, താമസം ശുദ്ധമായ തമോ ഗുണം. ഇപ്പൊ ഞാൻ പറഞ്ഞു തരാം. സിനിമയിൽ മമ്മൂട്ടി, മോഹൻലാലൊക്കെ നല്ല കഥാപാത്രത്തെ അവതരിപ്പിക്കും, അല്ലെങ്കിൽ ഒരു സാധു മനുഷ്യൻ, ഒരു സാധു നമ്പൂതിരി. നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞു തരാം ഞാൻ. 96 എന്നൊരു പ്രണയ സിനിമ വന്നില്ലേ, അതിലെ വിജയ് സേതുപതി. ആ 96 എന്ന സിനിമയിൽ വിജയ് സേതുപതി ശുദ്ധമായ ഒരു പ്രണയത്തിൻ്റെ കഥ പറയുകയാണ്. നമ്മുടെ സാധാരണ സിനിമയിലെ പോലെ നായകനും നായികയും കണ്ട ഉടനെ കെട്ടിപ്പിടി ഉമ്മവപ്പ് അതൊന്നുമില്ല. നായകൻ നായികയുടെ വിരൽത്തുമ്പിൽ ഒരിക്കൽ പോലും തൊടുന്നില്ല. ഒടുവിൽ അവളെ തിരിച്ചു കൊണ്ടാക്കാൻ പോകുന്ന ഒരവസരം, ആ അവസരത്തിൽ ഇങ്ങനെ ആ ബ്ലോക്ക് വരുന്ന സമയത്ത് എന്തോ ആണെന്ന് തോന്നുന്നു, ആ സമയത്ത് അവളാണ് സേതുപതിയുടെ കയ്യിലൊന്ന് തൊടുന്നത്. അപ്പം നായകനും നായികയുടെ ദേഹത്തൊന്നും തൊടുന്നില്ല. ഒരു സാധുവായ നല്ലവനായ മനുഷ്യൻ അവളെ നിശബ്ദം സ്നേഹിക്കുന്നു, അവൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാക്കുന്നില്ല. ഒടുവിൽ അവൾ മഴയത്ത് നനഞ്ഞ് വെച്ചിട്ട് പോയ ആ ഡ്രസ്സും എടുത്തിങ്ങനെ വെക്കുന്നു. അതാണ് സാത്വിക ഗുണം. സാത്വിക ഗുണമുള്ളവരാണ് അങ്ങനെ ചെയ്യുന്നത്. രജോ ഗുണമുള്ളവർ പ്രേമം തുടങ്ങുമ്പോഴേ കെട്ടിപ്പിടിയും ഉമ്മവപ്പും ഒക്കെ തുടങ്ങും. തമോ ഗുണമുള്ളവൻ നന്നായി പെണ്ണിനെ ഉപയോഗിച്ചിട്ട് കളയുകയും ചെയ്യും. ഇതാണ് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അപ്പൊ സത്വഗുണമുള്ള ഒരുവൻ പ്രേമിച്ചാൽ അവൻ സ്ത്രീയുടെ വിരൽത്തുമ്പിൽ പോലും തൊടാതെ പരമ പവിത്രമായി അവളെ കൊണ്ടുപോയി ഒടുവിൽ അവളെ കഴുത്തിൽ താലി കെട്ടി അത് ആദ്യ രാത്രിയാകും. മനസ്സിലായ? സത്യത്തിൽ ഇന്ന് എത്ര പേർക്ക് ആദ്യ രാത്രി ഉണ്ടെന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും. ആദ്യ രാത്രിക്ക് കയറുന്നതിന് മുമ്പേ പലപ്പോഴും പലർക്കും അതെല്ലാം കഴിഞ്ഞിരിക്കും. അതാണ് അതിൻ്റെ സത്യം. ഇനി പ്രണയിക്കുന്നവർ കെട്ടിയാൽ പോലും അത് ആദ്യ രാത്രി ആകത്തില്ല. അപ്പൊ സത്യം പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾക്ക് ആദ്യ രാത്രിയുടെ ഒരു ത്രില്ലിംഗ് ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കോളേജിൽ പഠിക്കുമ്പം തന്നെ ആണിനും പെണ്ണിനും പ്രേമം തുടങ്ങും. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്, ആണിനും പെണ്ണിനും പ്രേമം തുടങ്ങും. അവൻ അവളെയും കൊണ്ട് ഏതെങ്കിലും റിസോർട്ടിൽ പോകും, രണ്ടുപേരും ആനന്ദിക്കും, കുറേ കഴിഞ്ഞ് അവളെ അങ്ങ് കളയും. ഇനി അത്രത്തോളം പോയില്ലെങ്കിൽ പോലും ഹഗ്ഗിങ്ങും കിസ്സിങ്ങും ഇതെല്ലാം നടക്കും. എന്നിട്ട് അവർ അഥവാ കെട്ടിയാൽ പോലും ആദ്യ രാത്രിയുടെ ഒരു ത്രില്ലില്ല. അതേസമയം ഒരുവൻ ഒരു പെണ്ണിനെ പ്രണയിക്കുമ്പോൾ അവളുടെ വിരൽത്തുമ്പിൽ പോലും തൊടുന്നില്ല, വിരൽത്തുമ്പിൽ പോലും തൊടാതെ മുന്നോട്ട് പോകുന്നു. കാരണം നീ എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണെന്ന് പറയുന്നു. അവരുടെ ആദ്യ രാത്രിക്ക് ഒരു ത്രില്ലുണ്ട്, അത് സാത്വിക ഗുണം. പ്രണയിക്കുമ്പം തന്നെ അവളെ കെട്ടിപ്പിടിക്കും, സിനിമയ്ക്ക് കൊണ്ടുപോകും, ഉമ്മവക്കും, പരമാവധി ഉപയോഗിക്കും, പക്ഷേ കെട്ടും, അത് രജോ ഗുണം. ഇനി അവളെ പ്രേമിക്കും, കെട്ടിപ്പിടിക്കും, ഉമ്മവക്കും, ഇതെല്ലാം ചെയ്യും, അവളെ പരമാവധി യൂസ് ചെയ്യും, എന്നിട്ട് അവളെ എടുത്തങ്ങ് കളയും, അത് തമോ ഗുണം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു പെണ്ണിനെ വിരൽത്തുമ്പിൽ തൊടാതെ സ്നേഹിച്ച് കൊണ്ടുപോകുന്ന ഗുണം വൈകാരികനിൽ നിന്നുണ്ടാകും. പ്രണയിച്ചതിന് ശേഷം അവളെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വെക്കുകയും ചിലപ്പോൾ ശരീരബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യും, പക്ഷേ കെട്ടും, അത് തൈജസ ഗുണത്തിൽ നിന്നുണ്ടാകുന്നു. അവളെ നന്നായി ഉപയോഗിച്ചിട്ട് ഒടുവിൽ കളയും, പറ്റുമെങ്കിൽ അവളുടെ കൂടെ എടുത്ത ഫോട്ടോ വെച്ച് ബ്ലാക്ക് മെയിലും ചെയ്യും, അത് താമസൻ എന്ന ഗുണത്തിൽ നിന്ന് ഉണ്ടാകുന്നു. ഇപ്പൊ നിങ്ങൾക്ക് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം നിങ്ങൾക്ക് മനസ്സിലായല്ലേ? അപ്പൊ ആ വിജയ് സേതുപതിയുടെ ആ 96-ലെ അഭിനയം എന്ന് പറയുന്നത് ഏതാണ്? സാത്വിക ഗുണം, വൈകാരികൻ. ഇനി നന്മ നിറഞ്ഞ രജോ ഗുണമുണ്ട്, അതാണ് നമ്മുടെ സുരേഷ് ഗോപിയുടെ ഇൻസ്പെക്ടർ വേഷങ്ങൾ. കമ്മീഷണർ സിനിമയിലൊക്കെ സുരേഷ് ഗോപി അഭിനയിക്കും, രജോ ഗുണമാണ്. പക്ഷേ അതായത് തൈജസൻ, ഇതീ പറഞ്ഞ തൈജസനാണത്. സുരേഷ് ഗോപി കമ്മീഷണറിലൊക്കെ അഭിനയിക്കുന്ന ഗുണമാണ് തൈജസൻ. ആ തൈജസൻ എന്ന് പറയുന്ന ഗുണം, പക്ഷെ അത് നല്ലതാണ്, പക്ഷെ ചൂടാണ്. അപ്പം നിങ്ങൾക്കിപ്പോൾ നല്ലപോലെ മനസ്സിലായില്ലേ? സുരേഷ് ഗോപിയുടെ മിക്ക ഇൻസ്പെക്ടർ കഥാപാത്രങ്ങളും നല്ല നന്മ നിറഞ്ഞ ഏതാണ്? രജോ ഗുണമുള്ളതാണ്. പിന്നെ തമോ ഗുണമെന്ന് പറഞ്ഞാൽ വില്ലൻ വേഷം, പഴയ കാലത്തെ TG രവി, ബാലൻ കെ നായർ, ജോസ് പ്രകാശ് സ്ത്രീകളെയൊക്കെ ഓടിച്ചിട്ട് റേപ്പ് ചെയ്യുന്നത്, അതാണ് തമോ ഗുണം.
നമ്മുടെ ശ്രീബുദ്ധൻ സ്വാത്വിക ഗുണം. ആ ബുദ്ധനെ കൊല്ലാൻ ശ്രമിക്കുന്ന ദേവദത്തനുണ്ട്, അത് തമോ ഗുണം. അങ്ങനെ വരുന്ന അവസരത്തിൽ ബുദ്ധശിഷ്യൻ ആനന്ദന് കോപം വരുന്നു, ഇവന് തക്ക ശിക്ഷ കൊടുക്കണമെന്ന് പറയുന്നു, അത് രജോ ഗുണം, അതായത് തൈജസൻ. അപ്പൊ ശ്രീബുദ്ധന് സ്വാത്വിക ഗുണം, കൊല്ലാൻ വരുന്ന ദേവദത്തനാണെങ്കിൽ ആരാകട്ടെ താമസനാണ്. അതേസമയം അത് കണ്ട് നന്മയ്ക്ക് വേണ്ടി രക്ഷിക്കാൻ ശ്രമിക്കുന്ന ആനന്ദൻ തൈജസനാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്കിത് നല്ലപോലെ മനസ്സിലാക്കണം, ഇല്ലെങ്കിൽ പാടാണ്. ഞാൻ പറഞ്ഞു 96-ലെ വിജയ് സേതുപതി വൈകാരികൻ. നമ്മുടെ ചില സിനിമയിലൊക്കെ മോഹൻലാലൊക്കെ MTയുടെ സിനിമയിലൊക്കെ വളരെ നല്ലവനായി സാത്വികനായി അഭിനയിക്കും. മോഹൻലാൽ വില്ലനായിട്ടും അഭിനയിക്കുന്നുണ്ട്, അത് വേറെ. സാത്വികനായി അഭിനയിക്കുമ്പോൾ അതാരാകുന്നു? വൈകാരികൻ. ഇതേ മോഹൻലാൽ തന്നെ രാജാവിൻ്റെ മകനിൽ 20-ാം നൂറ്റാണ്ടിലുമൊക്കെ അഭിനയിക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ പോലീസ് കഥാപാത്രവും വരുമ്പോൾ രജോ ഗുണം. അതേസമയം പക്കാ വില്ലൻ, നമ്മളിപ്പോൾ തുടരും സിനിമ കണ്ടില്ലേ, ആ തുടരും സിനിമയിലെ വില്ലൻ ഉണ്ടല്ലോ, അവനാണ് താമസൻ, അവൻ തമോ ഗുണത്തിൽ നിന്ന് വന്നവൻ. ഇനി നമുക്ക് മൂന്നാമത്തെ വരിയിലേക്ക് കിടക്കാം. ദേവാൻ ഇന്ദ്രിയ മാനിനോ അകൃത ദിശാവതാർക്ക പാശ്യശ്വിനോ. ദേവാൻ ഇന്ദ്രിയ മാനിനോ, ഇന്ദ്രിയ അഭിമാനികളായ ദേവന്മാരെ അകൃത സൃഷ്ടിച്ചു, ദിശാവതാർക്ക പാശ്യശ്വിനോ, ദിക്ക് വായു സൂര്യൻ വരുണൻ അശ്വനി ദേവതകൾ. നമ്മൾ നേരത്തെ പറഞ്ഞു, മായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പ്രതിബിംബത്തിന്റെ സഹായത്തോടു കൂടി സ്വാത്വിക ഗുണത്തെ കടഞ്ഞ് വൈകാരികൻ എന്ന ഗുണത്തെ ഉണ്ടാക്കി. ആ വൈകാരികൻ എന്ന ഗുണം കൊണ്ട് അതിലൽപ്പം അഹംബോധവും കൂടെ നിറച്ചിട്ട് ദിക്കുകളെ സൃഷ്ടിച്ചു, വായുവിനെ സൃഷ്ടിച്ചു, സൂര്യനെ സൃഷ്ടിച്ചു, വരുണദേവൻ ജലത്തെ സൃഷ്ടിച്ചു, അശ്വനി ദേവതകളെ സൃഷ്ടിച്ചു. കാരണം ഭഗവാൻ പ്രപഞ്ച സൃഷ്ടി തുടങ്ങുകയാണ്. അപ്പോൾ പ്രപഞ്ചത്തിലുള്ള ജീവജാലങ്ങൾക്ക് ശ്വസിക്കാൻ വായു വേണം, പ്രകാശത്തിന് സൂര്യൻ വേണം, കുടിക്കാൻ ജലം വേണം, പിന്നെ നമ്മുടെ ഔഷധങ്ങൾക്ക് ദേവത വേണം. അതിൻ്റെ ആദ്യ പടിയായിട്ട് ഭഗവാൻ 4 ദിക്കുകളെ സൃഷ്ടിച്ചു. കാരണം 4 ദിക്കുകൾ നമ്മളെ കാത്തുരക്ഷിക്കുന്നതാണ്. പിന്നെ വായു, സൂര്യൻ, വരുണൻ, അശ്വനി ദേവതകൾ, ഇവരെ എല്ലാം സൃഷ്ടിച്ചു. അങ്ങനെ പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യത്തിലേക്ക് കടക്കുകയാണ്. എന്നിട്ട് ഇത്രയും ദേവതകൾക്ക് ഒരു പേരുമിട്ടു, ജ്ഞാനേന്ദ്രിയ അഭിമാനികൾ. അവര് ജ്ഞാനേന്ദ്രിയത്തിൽ അഭിമാനിക്കുന്ന ദേവതകളാണ് എന്ന് പറഞ്ഞു. ഇതിനകത്ത് ദിക്ക് ശ്രോത്രം, കേൾവിക്ക് വേണ്ടി, അതിൻ്റെ അതിദേവതയായി മാറി. അപ്പൊ ദിക്കെന്ന് പറയുന്നത് ശ്രോത്രത്തിന്റെ അതിദേവത. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ദിക്കെന്ന് പറയുന്നത് ചെവിയുടെ അതിദേവത. അങ്ങനെ നമുക്ക് കേൾവി ശക്തി കൊണ്ടുതരുന്നത് ദിക്കാണ്. വായു ത്വക്കിന്റെ അതിദേവതയായി മാറി. നമ്മുടെ ശരീരത്തിലെ ത്വക്കുകൾ നിലനിൽക്കുന്നത് ഈ വായുവാണ്. നമ്മുടെ ത്വക്കിനെ സംരക്ഷിക്കുന്നത് വായുവാണ്. ശരീരത്തിൽ ഈ വായുവിൻ്റെ കുറവ് തന്നെയാണ്, ഓക്സിജന്റെ കുറവാണ് ത്വക്ക് രോഗത്തിന് കാരണമെന്ന് ഡോക്ടേഴ്സ് പറയും. അതാണ് ഇവിടെ ഋഷിമാർ വായു എന്ന് പറഞ്ഞത്. സൂര്യൻ നേത്രത്തിൻ്റെ അധിപനാണ്. നമ്മുടെ കാഴ്ചയെ നിയന്ത്രിക്കാൻ, മനുഷ്യൻ്റെ കാഴ്ചകളെയൊക്കെ നിയന്ത്രിക്കുന്നത് സൂര്യദേവനും. നമുക്ക് നാവ്, നമുക്ക് എരിവ് പുളിവ് ഇതൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കുന്നത് വരുണദേവനും. നമ്മുടെ മൂക്ക്, നാസികാദ്വാരം, ഈ വായുവിനെ മൂക്കിനകത്തേക്ക് എടുക്കണ്ടേ, അതിനെ നിയന്ത്രിക്കുന്നത് അശ്വനി ദേവതകളുമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടി അങ്ങോട്ട് തുടങ്ങുന്നു. പ്രപഞ്ച സൃഷ്ടി തുടങ്ങിയിട്ട് ഭഗവാൻ ദിക്കുകളെ നിർമ്മിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ജോലി മറ്റുള്ളവരുടെ കേൾവി, മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ, കേൾവിയുടെ ദേവത അത് നോക്കിക്കൊള്ളണം. നമ്മളിവിടെ ഓരോ മന്ത്രിമാർക്ക് വകുപ്പ് കൊടുക്കുമല്ലോ, ആഭ്യന്തര വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, അതുപോലെ കേൾവിയുടെ വകുപ്പ് ദിക്കുകൾക്കും. വായുവിൻ്റെ അടുത്ത് പറഞ്ഞു, മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും എല്ലാം ത്വക്കിൻ്റെ, തൊലിയുടെ നിയന്ത്രണം നിനക്കാണ്. സൂര്യദേവനോട് പറഞ്ഞു, എല്ലാവരുടെയും കാഴ്ചയുടെ ദേവൻ സൂര്യനാണ്. വരുണനോട് പറഞ്ഞു, ആളുകൾക്ക് സ്വാദറിയാൻ സഹായിക്കുന്ന നാവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വരുണദേവ നീ നോക്കിക്കൊള്ളണം. പിന്നെ മനുഷ്യന് വായു മേപ്പോട്ടും താപ്പോട്ടും എടുക്കണം. അതിന് നാസികാദ്വാരം, മൂക്ക്, ഇതിനെ നിയന്ത്രിക്കേണ്ട ദേവത ആരാണ്? അശ്വനി ദേവതകളാണ്.
അങ്ങനെ ശ്രവണം, സ്പർശനം, ദർശനം, രസം, ഘ്രാണം മണപ്പിക്കുക, ഇത്തരം പ്രവൃത്തികൾ ഉണ്ടായി. അങ്ങനെ നമ്മുടെ പ്രപഞ്ചത്തിൽ കേൾക്കുക എന്ന പ്രവൃത്തി ഉണ്ടായി, തൊട്ടറിയുക എന്ന പ്രവൃത്തി ഉണ്ടായി, കാണുക എന്ന പ്രവൃത്തി ഉണ്ടായി, രുചിച്ചു നോക്കുക എന്ന പ്രവൃത്തി ഉണ്ടായി, മണമെടുക്കുക എന്ന പ്രവൃത്തി ഉണ്ടായി. അങ്ങനെ പ്രപഞ്ചത്തിൽ ആദ്യമുണ്ടായ പ്രവൃത്തികൾ ഇതൊക്കെയാണ്: കേൾക്കുക, തൊട്ടറിയുക, കാണുക, രുചിച്ചറിയുക, മണത്തറിയുക. ഇതുകൊണ്ടാണ് അവരെ ജ്ഞാനേന്ദ്രിയത്തിൻ്റെ ദേവതകളെന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് അവസാനത്തെ വരി, 4ാമത്തെ വരിയിലേക്ക് കിടക്കാം. നോക്കിക്കൊള്ളൂ. വഗ്നീന്ദ്രാച്യുതമിത്രകാൻ വിധുവിധി ശ്രീരുദ്രശാരീർക്കാൻ. ശാരീരക്കാൻ അതായത് വഗ്നീന്ദ്ര, അച്യുത, മിത്രകാൻ. അർത്ഥം അഗ്നി, ഇന്ദ്രൻ, അച്യുതൻ, പ്രജാപതി എന്നിവരെയും. വിധുവിധി ശ്രീരുദ്ധ ശാരീരകാൻ. ശാരീരകാൻ എന്ന് പറയുമ്പോൾ ചന്ദ്രനെ, ബ്രഹ്മാവ്, ശ്രീരുദ്രൻ, ക്ഷേത്രജ്ഞൻ എന്നിവരെയും സൃഷ്ടിച്ചു. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വൈകാരികൻ, അത് സത്വഗുണത്തിൽ നിന്ന് വന്നതാണ്. ആ സത്വഗുണത്തിൽ നിന്ന് വന്ന വൈകാരികൻ എന്ന ഗുണത്തെ കൊണ്ട് തന്നെ തുടർന്ന് അഗ്നിയെ നിർമ്മിച്ചു, ദേവേന്ദ്രനെ നിർമ്മിച്ചു, വിഷ്ണുവിനെ നിർമ്മിച്ചു, മിത്രനെ നിർമ്മിച്ചു, പ്രജാപതിയെ നിർമ്മിച്ചു. അങ്ങനെ അത്രയും ദേവന്മാര് വീണ്ടും വൈകാരികൻ എന്ന സത്വഗുണത്തിൽ നിന്ന് ഉണ്ടായി. അപ്പൊ ആ സത്വഗുണത്തിൽ നിന്ന് ഏതൊക്കെ ദേവന്മാരുണ്ടായെന്ന് മനസ്സിലായില്ലേ? വിഷ്ണുവൊക്കെ അങ്ങനെ വന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വിഷ്ണുവിന്റെ അവതാരം കൃഷ്ണൻ എന്ന് പറയുന്നത് തെറ്റാണ്. കൃഷ്ണന്റെ അവതാരമാണ് ആരെന്ന് പറയുന്നത്? വിഷ്ണു. കാരണം ആ കൃഷ്ണനാണ് മായയുമായി ചേർന്ന് സൃഷ്ടിച്ചതാണ് ആരെന്ന് പറയുന്നത്? മഹാവിഷ്ണു. അങ്ങനെ അഗ്നിദേവൻ വന്നു, ദേവേന്ദ്രൻ വന്നു, വിഷ്ണു വന്നു, മിത്രൻ വന്നു, പ്രജാപതി വന്നു. ആരാണ് പ്രജാപതി? പ്രജാപതി ഒരുപാടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. ദക്ഷ പ്രജാപതി 10-12 ഉണ്ട്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആദി മഹാരാജാവാണ് പ്രജാപതി. അതായത് നമ്മുടെ ഋഗ്വേദത്തിലും യജുർവേദത്തിലും പ്രജാപതി എന്നറിയപ്പെടുന്നത് ബ്രഹ്മാവാണ്, വിശ്വകർമാവ്. ബ്രഹ്മാവാണ് ഏതറിയപ്പെടുന്നത്? പ്രജാപതി എന്നറിയപ്പെടുന്നത്. എന്നാൽ പുരുഷ സൂക്തത്തിൽ വിഷ്ണുവിൻ്റെ പേര് പറയുന്നില്ലെങ്കിലും അത് വിഷ്ണുവായി കണക്കാക്കപ്പെടുന്നു. ഇങ്ങനെ 2 അർത്ഥങ്ങൾ അതിനും ഉണ്ട്. ഇവിടെ കർമ്മേന്ദ്രിയ അഭിമാനികളാണ് ഈ വിഷ്ണുവും മിത്രനും പ്രജാപതിയും ദേവേന്ദ്രനും വരുണനും എല്ലാം. നമ്മൾ നേരത്തെ പറഞ്ഞു, ദിക്ക്, വായു, സൂര്യൻ, വരുണൻ, അശ്വനി ദേവകള് അവരൊക്കെ ജ്ഞാനേന്ദ്രിയത്തിൻ്റെ അഭിമാനികളാണെങ്കിൽ ഇവർ കർമ്മം, നമ്മൾ ദേഹം അനങ്ങി ചെയ്യുന്ന പ്രവൃത്തി കർമ്മേന്ദ്രിയത്തിൻ്റെ അധിപളാണ്. നമ്മുടെ വാക്കിനെ നിയന്ത്രിക്കുന്നത് അഗ്നിയാണ്. അതല്ലേ നമ്മൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. കാരണം വാക്കുകൾക്ക് അഗ്നിയേക്കാൾ നമ്മളെ പൊള്ളിപ്പിക്കാൻ കഴിയും. ഇന്ദ്രൻ നമ്മുടെ പാണി, കൈത്തലം, കൊടുക്കൽ വാങ്ങലുകൾ, അതാണ് ആദാനം, നൽകല്, കൊടുക്കല്. വിഷ്ണു പാദം എന്ന് പറഞ്ഞാൽ ചലനം, നമ്മുടെ ചലനത്തെ നിയന്ത്രിക്കുന്നത് വിഷ്ണുവാണ്. മിത്രൻ പായു എന്ന് പറഞ്ഞാൽ മലദ്വാരം, വിസർജ്യം, അതിനെയാണ് നിയന്ത്രിക്കുന്നതാണ് ആരെന്ന് പറയുന്നത്? മിത്രൻ. പ്രജാപതി എന്ന് പറയുമ്പോൾ നമ്മുടെ ഉപസ്ഥത്തിൻ്റെ അധിപതിയാണ്, ആനന്ദം നൽകുന്നതും ജനനേന്ദ്രിയത്തിൻ്റെയും അധിപതിയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അപ്പം സംഭാഷണം, കൊടുക്കൽ വാങ്ങലുകൾ, നമ്മുടെ ചലനങ്ങൾ, വിസർജനം, ആനന്ദം, ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ചുമതലകളാണ് ഇവർക്ക് ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഭഗവാൻ മായയുമായി ചേർന്ന് പിന്നെ എന്തു ചെയ്തു? വീണ്ടും വൈകാരികൻ എന്ന സത്വഗുണപ്രധാനമായ ഗുണത്തെ ഉപയോഗിച്ചിട്ട് അന്ധക്കരണ അഭിമാനികളായ ദേവന്മാരുണ്ടായി. നമ്മുടെ മനസ്സ്, ബുദ്ധി, അതാരൊക്കെയാണ്? ഒന്ന് ചന്ദ്രൻ, പിന്നെ ബ്രഹ്മാവ്, രുദ്രൻ, ക്ഷേത്രജ്ഞൻ. ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ചന്ദ്രനാണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത്. മനസ്സിൻ്റെ കാരകൻ ചന്ദ്രനാണ്.
ജ്യോതിഷത്തിലും അത് ഉപയോഗിച്ചാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ബ്രഹ്മാവാണ് ബുദ്ധിയുടെ കാരകൻ. രുദ്രനാകട്ടെ അഹങ്കാരത്തിൻ്റെ ആളാണ് രുദ്രൻ. ക്ഷേത്രജ്ഞനാകട്ടെ നമ്മുടെ ഹൃദയം, നമ്മുടെ ആത്മാവിനെ നിയന്ത്രിക്കുന്നു. അപ്പോൾ വൈകാരികനിൽ നിന്ന് പിന്നീട് ജനിച്ചതാണ് ചന്ദ്രൻ. ചന്ദ്രൻ്റെ അടുത്ത് പറഞ്ഞു മനസ്സിൻ്റെ ചുമതല നിനക്കിരിക്കട്ടെ. ബ്രഹ്മാവിനോട് പറഞ്ഞു ബുദ്ധിയുടെ ചുമതല. മായ ഉള്ളത് കൊണ്ട് മനുഷ്യൻ അഹങ്കാരം വരും, അതിൻ്റെ ചുമതല രുദ്രനാണ്. പിന്നെ നമ്മുടെ ക്ഷേത്രജ്ഞൻ എൻ്റെ പ്രവൃത്തികളും നിങ്ങളുടെ പ്രവൃത്തികളും ഒക്കെ നോക്കിക്കൊണ്ട് ഈ ശരീരത്തിരിക്കുന്ന ആളാണ് ക്ഷേത്രജ്ഞൻ. പുള്ളിയുടെ ചുമതല എന്ന് പറയുന്നത് ഹൃദയം, നമ്മുടെ ആത്മാവിൻ്റെ ചുമതലയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ സങ്കല്പവും ശരീരാഭിമാനവും അഹങ്കാരവുമൊക്കെ ഉടലെടുത്തു. ഈ അന്ധക്കരണങ്ങൾക്ക് ഓരോന്നിനും പ്രത്യേകം സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ സാധാരണ ഇതിന് പറയുന്നത് ശാരീരിക ഉപനിഷത്തിൽ പറയുന്നുണ്ട്. മനസ്സഹ സ്ഥാനം ഗളാന്തരം ബുദ്ധോർവദം അഹങ്കാരസ്യ ഹൃദയം ചിത്തസ്യ നാഭി. മനസ്സിൻ്റെ സ്ഥാനം ഗളാന്തരം, ഗളം കഴുത്താണ്, അവിടാണ് മനസ്സ്. ബുദ്ധേർവാദം ഉണ്ട്, ബുദ്ധേർവദം മുഖത്ത് വദനം. അഹങ്കാരസ്യ, അഹങ്കാരത്തിൻ്റെ സ്ഥാനം ഹൃദയമാണ്. ചിത്തത്തിൻ്റെ സ്ഥാനം നാഭിയാണ്. നമ്മുടെ ആത്മാവിനെ നിയന്ത്രിക്കുന്ന അതിൻ്റെ സ്ഥാനം എവിടെയാണ്? നാഭിയാണെന്ന് ശാരീരികോ ഉപനിഷത്തിൽ പറയുന്നു. ഈ സൃഷ്ടിയിൽ ഭഗവാൻ ഒരിക്കലും നേരിട്ടിടപെടുന്നില്ല, പക്ഷേ നേരിട്ടല്ലാതെ ഭഗവാൻ ഇടപെടുന്നു. അപ്പോൾ ഓർക്കുക, അമ്മമാരെ ഓർക്കുക, ഇതെല്ലാം നമുക്കുള്ളത് സകലതും മലദ്വാരവും ജനനേന്ദ്രിയവും ഉൾപ്പെടെ എല്ലാം ഭഗവാൻ തന്നതാണ്. ഭഗവാൻ തന്ന കാര്യം തോന്നുമ്പോൾ ഭഗവാൻ തിരിച്ചെടുക്കും. ഈ വാഴ്വ് ഒരു മായയാണമ്മേ. ഈ വാഴ്വെന്ന് പറഞ്ഞാൽ ഈ ലോകം, ഈ ജീവിതം, അത് വെറും ഒരു മായയാണമ്മേ. മായയിൽ നിന്നാണ് മക്കളും ഭർത്താവും സമുദ്രവും ഈ പ്രപഞ്ചവും എല്ലാം ഉണ്ടായത്. അതൊടുവിൽ മായയിൽ തന്നെ ജനിക്കും. നിങ്ങളെയൊക്കെ ഒരു കരുവാക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം മക്കളൊക്കെ മരിച്ച് വിഷമിക്കുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. മക്കളെന്ന് പറഞ്ഞാൽ അതൊക്കെ മായ സൃഷ്ടിച്ചതാണ്. വിസർജ്യം, മലദ്വാരം വരെ സൃഷ്ടിച്ചത് വേറെ ആളാണ്. ജനനേന്ദ്രിയം വരെ സൃഷ്ടിച്ചത് വേറെ ആളാണ്. നിങ്ങൾക്ക് മായ കൊണ്ട് തോന്നുകയാ അമ്മേ ഇതൊക്കെ നിങ്ങളുടേതാണെന്ന്. അതുകൊണ്ട് അറിയുക, ഈ വാഴ്വ് മായയാണ്. ആരോടത്താണ് നമ്മൾ വന്നതമ്മേ? ഇനി പോകുമ്പോൾ ആരാണ് നമ്മളെ കൂടെ വരുന്നത്? എത്രയെത്ര വേഷങ്ങളാണ് നമുക്ക് അഭിനയിച്ച് തീർക്കേണ്ടത്? നമ്മുടെ പ്രാണൻ പോയി കഴിഞ്ഞാൽ അവിടെ വെച്ച് എല്ലാവരും പിരിഞ്ഞു പോകും. അതല്ലേ, ആടും വരെ കൂട്ടം കാണും. ആട്ടം തീർന്നാൽ എല്ലാ കൂട്ടങ്ങളും പിരിഞ്ഞു പോകും. അമ്മേ, തായയിൽ നിന്ന് വന്നു തീയിൽ വെന്ത് നമ്മൾ ഇല്ലാതാകും. അതുകൊണ്ട് ഒട്ടരുതേ തായേ, ഒട്ടരുതേ. ഒരു കാരണവശാലും ഒന്നിനോടും ഒട്ടരുതേ. ഒട്ടാതിരി, കണ്ണൻ നേരിട്ട് വരും നമ്മളെ കൊണ്ടുപോകാനായിട്ട്. കാരണം ഈ വാഴ്വേ ഒരു മായമാണ്. കണ്ടില്ലേ, മായയാണ് ഇതൊക്കെ സൃഷ്ടിച്ചത്. മായയിൽ നിന്നാണ് ഇതൊക്കെ വന്നിരിക്കുന്നത്. ഇത് സർവത്ര മായയാണ്. അതുകൊണ്ട് മലദ്വാരവും ജനനേന്ദ്രിയവും വിസർജ്യ അവയവങ്ങൾ പോലും സൃഷ്ടിച്ചത് ആരാണ്? ആ മായയാണ്. വൈകാരികൻ എന്ന ഗുണത്തെ കൊണ്ടാണ്. അത് മനസ്സിലാക്കി പ്രപഞ്ചത്തിലെ ഒന്നിനോടും ഒട്ടാതെ സൃഷ്ടിച്ചവൻ അതങ്ങ് കൊണ്ടുപോയിക്കൊള്ളും. ഒട്ടാതിരിക്കമ്മേ, ഒട്ടാതിരിക്കു തായേ. വാഴ്വ് മായമാണ്, വാഴ്വ് മായയാണ്. അത് മനസ്സിലാക്കിയാൽ കണ്ണൻ നമ്മളെ തേടി വരും. കേട്ടിട്ടില്ലേ? വാഴ്വേ മായം, இந்த வாழ்வே மாயம், வாழ்வே மாயம், இந்த வாழ்வே மாயம். தரை மீது காணும் யாவும் தண்ணீரில் போடும் கோலம் நிலைக்காதம்மா. ஆரோடு யார் வந்தது நாம் போகும் போது, ஆரோடு யார் செல்வது? ആരോട് യാർ വന്നത്
நாம் போகும் போது ஆரோடு யார் செல்வது வாழ்வே மாயம் இந்த வாழ்வே மாயம் யாரார்க்கு என்ன வேஷமோ இங்கை ஆரார்க்கு என்ன மேடையோ ஆடும் வரை கூட்டம் வரும் ஆட்டம் நின்றால் ஓட்டம் விடும் தாயாலே வந்தது தீயாலே வெந்தது தாயாலே வந்தது தீயாலே வெந்தது மெய்யென்று மேனியை ஆர் சொன்னது வாழ்வே மாயம் இந்த வாழ்வே மாயம் வாழ்வே மாயம் இந்த வாழ்வே மாயம் தாயே இந்த வாழ்வு மாயா இந்த வாழ்வு மாயா ஒட்டாதம்மா ஒட்டாதம்மா கண்டிப்பா கண்ணன் வரும் கண்டிப்பா கண்ணன் வரும் உங்களை பார்ക്കാൻ ஒட்டாதம்மா காரணம் வாழ்வே மாயம் இந்த வாழ்வே மாயம் வாழ்வே மாயம் இந்த வாழ்வே மாயம் രാധേ രാധേ ഓ രാധേ 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 ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രസേശ്വരി രാധികായേ സ്വാഹ